പരശുവേട്ടൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ പൊട്ടാസ്യം സയനൈഡ് വാങ്ങിക്കൊണ്ടു വച്ചത്. അതല്ലാതെ എനിക്കൊന്നും അറിയില്ല. ഞാൻ ആരെയും കൊന്നിട്ടുമില്ല. അതല്ല, എന്നെ കൊലയാളിയാക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. രവി കോപത്തോടെ തല കുനിച്ചിരുന്നു. കടുപ്പിച്ചൊന്ന് മൂളിയിട്ട് ഉസ്മാൻ എഴുന്നേറ്റു പുറത്തേക്ക് നടന്നു. മറ്റുള്ളവരും അയാൾക്കു പിന്നാലെ ചെന്നു. ആ മുറിയിലെ വാതിൽ പുറത്തുനിന്നടച്ച് ഓടാമ്പലിട്ട് തുടർന്ന് ലെനിൻ ആലക്കോടൻ പറഞ്ഞു, സാർ, ഒന്നുകിൽ അവൻ പറഞ്ഞത് സത്യമായിരിക്കും, അതല്ലെങ്കിൽ മനസ്സിനെ ശരിക്കും പാകപ്പെടുത്തിയിട്ടുള്ള ഒരു കൊടും ക്രിമിനലാണ് അവൻ. ഉസ്മാൻ തലയിളക്കി. പിന്നെ ഒരു സിഗരറ്റിന് തീ കൊളുത്തി. പരശുറാം പറഞ്ഞിട്ട് തന്നെയാ അവൻ സയനൈഡ് കളക്ട് ചെയ്തത്, തർക്കമില്ല. എന്നാൽ അവർക്കിടയിൽ എല്ലാം അറിയാവുന്ന ഒരാൾ കൂടിയുണ്ട്. ഒന്നുകിൽ ആ വീട്ടിൽ തന്നെയുള്ള മറ്റാരെങ്കിലും, അല്ലെങ്കിൽ സർവ്വസ്വാതന്ത്ര്യത്തോടെ അവിടെ കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരാൾ. ബ്രിട്ടാസും ചന്ദ്രശേഖരനും ഡിവൈഎസ്പിയുടെ മുഖത്തേക്ക് നോക്കി അർദ്ധശങ്കയോടെ നിന്നു. ഉസ്മാന്റെ നാവിൻ തുമ്പിൽ നിന്ന് വീണ്ടും വാക്കുകൾ അടർന്നു. നമ്മുടെ അന്വേഷണത്തിൽ പക്ഷേ അങ്ങനെ ഒരാളുടെ സാന്നിധ്യത്തെക്കുറിച്ച് സൂചന പോലുമില്ല. ബട്ട് ഐ എം ഷുവർ പരശുറാമിനെയും നിയന്ത്രിച്ചിരുന്ന ആരോ ഉണ്ട്. ഒക്കേയ്ക്കും പിന്നിൽ അയാൾ തന്നെയാവും. അങ്ങനെ ഒരാൾ. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മുഖം വികസിച്ചു. അയാളെ കണ്ടെത്തണമെങ്കിൽ ഒരിക്കൽ കൂടി നമുക്ക് പരശുറാമിനെ ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റൂ. അതിനായി ഇന്ന് തന്നെ കോടതിയിൽ അപേക്ഷ സമർപ്പിക്കണം. ഉസ്മാൻ സിഗരറ്റ് തറയിലിട്ട് ഷൂസിനടിയിൽ അത് ഞെരിഞ്ഞമർന്നു. സാജനെ വീട്ടിലെത്തിച്ചിട്ടാണ് ആദി റോസാപ്പൂക്കണ്ടത്തിൽ മടങ്ങിയെത്തിയത്. തലേന്ന് രാത്രിയിൽ ഒട്ടും ഉറങ്ങിയിട്ടില്ല. കുളി കഴിഞ്ഞ് അവനൊന്ന് കിടന്നു. മുത്തശ്ശിയുടെ സാന്നിധ്യം വീട് മുഴുവനുണ്ടെന്ന് അവന് തോന്നി. ഉച്ചയ്ക്ക് ഭദ്ര വന്ന് വിളിച്ചപ്പോഴാണ് അവൻ ഉണർന്നത്. കണ്ണുകൾക്ക് വല്ലാത്ത പുളിപ്പ്. ഭദ്രയുടെ സങ്കടം മുറ്റി നിൽക്കുന്ന മുഖത്തേക്ക് ആദ്യം നോക്കി. അച്ഛനും അമ്മയും എന്തിയടി? അപ്പുറത്തുണ്ട്. അവളുടെ ഒച്ച ചിലമ്പിയിരുന്നു. എന്തോ തീരുമാനിച്ചുറച്ചതുപോലെ ആദ്യം അവിടേക്ക് ചെന്നു. കിടക്കയിൽ ഒരു വശം ചരിഞ്ഞ് കിടക്കുകയായിരുന്നു ശേഖരൻ. സമീപത്ത് തന്നെ കട്ടിലിൻ്റെ ക്രാസിയിലേക്ക് തല ചായച്ച രീതിയിൽ സുഗന്ധിയും. ആദ്യയെ കണ്ട് ഇരുവരും തലയുയർത്തി. മുഖവര കൂടാതെ തന്നെ ആദ്യ പറഞ്ഞു, മുത്തശ്ശിയുടെ മരണം അത് തോവാളയിലെ സംഭവങ്ങളുടെ തിരിച്ചടി മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. തേൾ കുത്തിയതുപോലെ ശേഖരനും സുഗന്ധിയും ഞെട്ടുന്നത് ആദ്യ ശ്രദ്ധിച്ചു. അവർ ഇരുവരും അർത്ഥവത്തായ ഒരു മൗനത്തോടെ പരസ്പരം നോക്കുകയും ചെയ്തു. ആദ്യയുടെ പിന്നാലെ വന്ന ഭദ്രയും വാതിൽപ്പടിയിൽ ചാരി നിന്നു. അവൻ അച്ഛനമ്മമാരുടെ മുഖത്ത് നിന്ന് കണ്ണുകൾ പിൻവലിച്ചില്ല. അതുകൊണ്ട് മനസ്സിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന രഹസ്യങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ എന്നോട് പറയണം, അല്ലെങ്കിൽ ഇനിയും ഇവിടെ ശവങ്ങൾ വീണെന്നിരിക്കും. ആദ്യം ഒരു കസാര വലിച്ചിട്ട് അവർക്ക് മുന്നിലിരുന്നു. അവിടെ ശ്മശാന തുല്യമായ ഒരു നിശബ്ദത പരന്നു. ഒരു രാത്രിയിൽ ഒന്നും പറയാതെ നിങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു പോയത് എന്തിനാണെന്ന് മുതൽ പറയണം. അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. ശേഖരം മെല്ലെ എഴുന്നേറ്റു ഭിത്തിയിൽ ചാരിയിരുന്നു. പിന്നെ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അപ്പോഴേക്കും സുഗന്ധി പറഞ്ഞു, മോനെ ആദി, നിന്റെ നന്മയെക്കുറിച്ച് ഓർത്താടാ ഞങ്ങളൊന്നും പറയാതിരുന്നത്. സുഗന്ധി, പെട്ടെന്ന് മുന്നറിയിപ്പ് പോലെ ശേഖരൻ വിളിച്ചു. സുഗന്ധി തലച്ചിരിച്ച് അയാളെ നോക്കി. ഇല്ല, ഇനിയൊന്നും മറച്ചു വയ്ക്കാൻ എനിക്ക് വയ്യ. വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ രഹസ്യം ഇനിയെങ്കിലും ഒന്ന് ഇറക്കി വയ്ക്കണം എനിക്ക്. സുഗന്ധി. ശേഖരൻ ശക്തി മുഴുവൻ ചോർന്നു പോയതുപോലെ തൻ്റെ ശിരസ് കൈപ്പത്തികളിലേക്ക് താങ്ങി. സുഗന്ധി പറഞ്ഞു തുടങ്ങി. നടുക്കത്തിൽ മരവിച്ചിരുന്നു പോയി ആദി. അവിശ്വസനീയതയുടെ ഒരു വല തനിക്ക് മീതെ വീശിയെറിയപ്പെടുന്നു. ആ മുറിയാകെ തനിക്ക് ചുറ്റും കീഴ്മേൽ മറിയുന്നത് പോലെ, മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരുന്ന വിഗ്രഹങ്ങൾ വീണുടഞ്ഞ് ചിതറുന്നത് പോലെ. എന്തൊക്കെയോ പറയണമെന്ന് തോന്നിയെങ്കിലും അവൻ്റെ നാവ് അനങ്ങിയില്ല. ഒട്ടും വ്യത്യസ്തമല്ലായിരുന്നു ഭദ്രയുടെ അവസ്ഥയും. കോടതിയിൽ നിന്ന് പരശുറാമിനെ ചോദ്യം ചെയ്യാനുള്ള അനുമതി ലഭിച്ചയുടൻ പോലീസിന്റെ ഇന്നോവ ജയിലിലേക്ക് പാഞ്ഞു. ഉസ്മാൻ അൻസാരിയും സംഘവും അവിടെ എത്തുമ്പോൾ സൂപ്രണ്ട് അവരെയെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഉസ്മാന്റെ പരിചയക്കാരനായിരുന്നു ജയിൽ സൂപ്രണ്ട്. അയാൾ പോലീസ് സംഘത്തെ തൻ്റെ റൂമിലേക്ക് വിളിപ്പിച്ചു. പരശുറാമിനെ കൊണ്ടുവരാൻ ഗാർഡുകൾക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. സൂപ്രണ്ടിൻ്റെ റൂമിനോട് ചേർന്ന ഒരു മുറിയാണ് ചോദ്യം ചെയ്യാനായി തിരഞ്ഞെടുത്തത്. 2 ഗാർഡുകളുടെ അകമ്പടിയോടെ പരശുറാം അവിടെ എത്തി. ഉസ്മാനെ കണ്ടതും പരശുറാമിൻ്റെ കണ്ണുകൾ വൈരപ്പൊടി വീണതുപോലെ തിളങ്ങി. എന്താ സാറേ ഈ വരേണ്ട ഉദ്ദേശ്യം? പുതിയതായി എന്തെങ്കിലും ഉണ്ടോ? അയാൾ പരിഹസിച്ചു. ഉണ്ടാവണമല്ലോ. ഓരോ നിമിഷവും പുതിയതെന്തെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്തർത്ഥമാണ് പരശുറാം? ഉസ്മാൻ ചിരിച്ചുകൊണ്ട് തനിക്കെതിരെ കിടന്ന കസാരയിലേക്ക് കഴിച്ചുകൊണ്ട്. താനിരിക്കെ. പരശുറാം ഇരുന്നു. ഏതാനും ദിവസത്തെ ജയിൽവാസമൊന്നും അയാളെ തെല്ലും തളർത്തിയിട്ടില്ലെന്ന് ഉസ്മാന് മനസ്സിലായി. ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണെന്ന പരിഗണന അയാൾക്ക് ഇവിടെയും ലഭിക്കുന്നുണ്ടെന്ന് സ്പഷ്ടം. പരശുറാം, നിങ്ങളിപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചിരിക്കുകയാണ്. ആരെ രക്ഷിക്കാനാണെങ്കിലും അതുകൊണ്ട് ഇനി പ്രയോജനമുണ്ടാവില്ല. ജയന്തൻ്റെ കൊലയാളിയുടെ തൊട്ടടുത്ത് വരെ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. പരശുറാമിൻ്റെ മിഴികൾ വല്ലാതൊന്നും വെട്ടി. അയാൾ പക്ഷേ ഒന്നും പറഞ്ഞില്ല. ഉസ്മാൻ അൻസാരി തുടർന്നു തിരക്കി. മുല്ലപ്പെരിയാർ ഡാം ഏത് നിമിഷവും പൊട്ടിപ്പോയേക്കാമെന്ന ഭീതി പരത്തി. ഇടുക്കിയിലെയും അടുത്ത ജില്ലകളിലെയും ഒരുപാട് പേരെ വസ്തുവകൾ വിൽക്കാൻ പ്രേരിപ്പിച്ചതിൽ നിങ്ങൾക്കുള്ള പങ്ക് എനിക്കറിയാം. നിങ്ങളുടെ ഭാര്യ പിതാവ് കൂടി ഉൾപ്പെടുന്ന ഒരു ലാൻഡ് മാഫിയ സിൻഡിക്കേറ്റ് കുറച്ചു നാൾ മുമ്പ് വരെ അക്കാര്യത്തിൽ വിജയിച്ചു എന്നതും സത്യം. എന്നാൽ ഉസ്മാൻ ഒരു നിമിഷം നിർത്തി കസാരയിൽ മുന്നോട്ടാഞ്ഞിരുന്നു.
നിങ്ങൾക്കിടയിൽ ചിത്രത്തിൽ വരാത്ത ഒരാളുണ്ട്. നിങ്ങളുടെയൊക്കെ ഗോഡ് ഫാദർ എന്നോ നേരത്തെ ഞാൻ പറഞ്ഞ സിൻഡിക്കേറ്റിൻ്റെ തലവനെന്നോ ഒക്കെ വിശേഷിപ്പിക്കാം അയാളെ. ആ മനുഷ്യൻ്റെ പേരാണ് മിസ്റ്റർ പരശുറാമിൻ്റെ നാവിൻ തുമ്പിൽ കുരുങ്ങി ഒളിച്ചിരിക്കുന്നത്. ഐ വാണ്ട് ദാറ്റ് നെയിം. പരശുറാം അത് കേട്ട് ഉച്ചത്തിൽ ചിരിച്ചുപോയി. തുടർന്ന് വാക്കുകൾ എത്തി. ഗോഡ് ഫാദർ അങ്ങനെയൊന്നും ഉണ്ടെന്നുള്ളത് നിങ്ങളുടെ അവസാനത്തെ അടവാണെന്ന് മനസ്സിലാക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ എനിക്ക് കഴിയില്ലെന്ന് തോന്നുന്നുണ്ടോ ഉസ്മാൻ സാർ? ഒന്നുമില്ലാതെ ശൂന്യതയിൽ നിൽക്കുന്ന ഒരുവൻ്റെ അവസാനത്തെ പിടിവള്ളിയാണിതെന്ന് ആർക്കാണ് അറിയാത്തത്? ഉസ്മാൻ അൻസാരിക്ക് ആകെ പെരുത്ത് കയറി. അയാൾ അബു സലീമിനെയും ബ്രിട്ടാസിനെയും നോക്കി ഒന്ന് കണ്ണിറക്കി. ബ്രിട്ടാസാണ് ബാക്കി സംസാരിച്ചത്. പരശു സാർ, നിങ്ങൾ രവിയെ കൊണ്ട് പൊട്ടാസ്യം സയനൈഡ് വാങ്ങിപ്പിച്ചത് രാവിലത്തെ ചായയിൽ ചേർത്ത് കഴിക്കാനല്ലോ ആണോ? പരശുറാമിൻ്റെ മുഖം പെട്ടെന്ന് മാറി. സയനൈഡോ? ഞാൻ വാങ്ങിപ്പിച്ചെന്നോ? വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? അയാൾ പറയുന്നത് ശരിയാണെന്ന് ഒറ്റ നിമിഷത്തിനകം ഉസ്മാന് മനസ്സിലായി. കള്ളം പറഞ്ഞത് രവി തന്നെയാണ്. ഓക്കെ പരശു, ഉസ്മാൻ എഴുന്നേറ്റു. എൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇനി എത്ര സമയം രവിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ജയിൽ സൂപ്രണ്ടിനോട് യാത്ര പറഞ്ഞ് ആ സംഘം പെട്ടെന്ന് മടങ്ങി. പൈനാവ് ഡിവൈഎസ്പിയുടെ ഓഫീസ്. ഇടിമിന്നൽ പോലെയാണ് ഇന്നോവ ഇരച്ചു വന്ന് നിന്നത്. അതിൽ നിന്ന് കുതിച്ചിറങ്ങിയ ഉസ്മാൻ അകത്തേക്ക് പാഞ്ഞു. രാവിലെ രവിയെ അവിടെ എത്തിച്ചിരുന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് രവി തിരിഞ്ഞു നോക്കി. കൊടുങ്കാറ്റ് പോലെ അകത്തേക്ക് ചെന്ന ഉസ്മാൻ കൈവീശി ഒറ്റയടിയായിരുന്നു രവിയുടെ കർണത്ത്. കസേരയോടൊപ്പം തറയിലേക്ക് മറിഞ്ഞുപോയി അയാൾ. ഉസ്മാൻ അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് വലിച്ചുയർത്തി ഭിത്തിയോട് ചേർത്തു. അയാളുടെ മടക്കിയ കാൽമുട്ട് ഉൽക്കയായി രവിയുടെ അടിവയറ്റിൽ ഒരാഘാതം തീർത്തു. സാർ, അലറിപ്പോയി രവി. അവൻ്റെ തുറന്ന വായി അങ്ങനെ തന്നെയിരുന്നു. നായിൻ്റെ മോനെ, മാന്യമായി ചോദിച്ചാൽ നീ സത്യം പറയില്ല അല്ലേടാ? കൈ ചുരുട്ടി അവൻ്റെ നെഞ്ചിനു മധ്യത്തിൽ ഒറ്റ ഇടി കൂടി. അടുത്ത നിമിഷം രവി ഒരു കവിൾ ചോര കമിട്ടി. സാർ, ഇനി എന്നെ തല്ലരുത്. ഉസ്മാൻ അവൻ്റെ കവിളിൽ കുത്തിപ്പിടിച്ചു. എങ്കിൽ പറയടാ, ആര് പറഞ്ഞിട്ടാ നീ സൈനൈഡ് വാങ്ങിക്കൊണ്ടു വച്ചത്? രവിയുടെ ഉടൽ വല്ലാതെ വെട്ടിപ്പിടഞ്ഞു. പറയാൻ. ഉസ്മാൻ അവനെ ചന്ദ്രശേഖരനും ലെന്നിനു നേർക്ക് തള്ളി. അവരും ഒന്ന് രണ്ട് കൊടുത്ത് രവിയുടെ മുഖം മേശയിലേക്ക് അമർത്തിപ്പിടിച്ചു. രവിയുടെ തുപ്പലും ചോരയും കുട്ടി കുഴഞ്ഞു മേശപ്പുറത്ത് പരന്നു. പറയടാ, ആര് പറഞ്ഞിട്ടാണെന്ന്? പാറയെ പിളർക്കുന്ന കരുത്തുണ്ടായിരുന്നു ഉസ്മാൻ്റെ ശബ്ദത്തിന്. പറഞ്ഞില്ലെങ്കിൽ നിന്റെ തല തണ്ണിമത്തം പോലെ മേശപ്പുറത്ത് ചിതറും. പറയാം. ശക്തമായ കിതപ്പിനിടയിൽ രവിയുടെ വാക്കുകൾ ചിതറി. ചെട്ടിക്കുളങ്ങര സദാശിവൻ സാർ പറഞ്ഞിട്ട്. അത് കേട്ട് ഉസ്മാൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. സ്കൗണ്ട്രൽ. അപ്പോൾ ജയന്തിനെ കൊന്നത് അയാളാണോടാ? ഉസ്മാൻ മീശത്തുമ്പോന്ന് പിരിച്ചു. അല്ല സാർ, പിന്നെ ആരാ? അതുമാത്രം എനിക്കറിയത്തില്ല. അതാരാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. നീ ചോദിച്ചില്ലേ? ചോദിച്ചു, പക്ഷേ അറിയണ്ടെന്നാണ് പറഞ്ഞത്. 2 എണ്ണം കൂടി കിട്ടുമ്പോൾ നീ ഇനി ഇതും മാറ്റി പറയുമോറാ? ബിട്രാസ് അവൻ്റെ കയ്യിൽ പിടിച്ചുയർത്തി ഒന്ന് ചിരിച്ചു. സത്യമായിട്ടില്ല സാർ, എനിക്കിത്രയേ അറിയൂ. അബു. ഉസ്മാൻ തിരിഞ്ഞു. സദാശിവനെ പൊക്കണം, എവിടെയുണ്ടെങ്കിലും. സാർ. ഉസ്മാൻ പുറത്തേക്ക് പാഞ്ഞു കഴിഞ്ഞിരുന്നു. സുരേന്ദ്രനാഥിൻ്റെ ബംഗ്ലാവ്. ഗേറ്റ് കടന്ന സാജൻ്റെ ജീപ്പ് കുതിച്ചു വന്ന് ആറ്റുചരലിനു മീതെ വല്ലാത്തൊരു ശബ്ദത്തോടെ നിന്നു. സിറ്റിംഗ് റൂമിലുണ്ടായിരുന്ന സുരേന്ദ്രനാഥ് തലയുയർത്തി നോക്കി. ജീപ്പിൽ നിന്ന് ആദിയും ലിജോയും ഇറങ്ങുന്നത് കണ്ടു. സാർ. ഒരു കുതിപ്പിൽ ആദി വാതിൽക്കലെത്തി. എന്താടാ ഇത്ര തിടുക്കത്തിൽ? സുരേന്ദ്രനാഥ് എഴുന്നേറ്റു. സാറിനൊരു വാക്ക് തന്നിരുന്നില്ലേ ഞാൻ, ജയന്തൻ്റെ കൊലയാളിയെ മുന്നിൽ നിർത്തി തരാമെന്ന്? അതിനുള്ള സമയമായിരിക്കുന്നു. സുരേന്ദ്രനാഥിൻ്റെ മുഖത്ത് വിസ്മയം തിങ്ങി. എവിടെയുണ്ട് ആ ദ്രോഹി? എല്ലാം പറഞ്ഞു തരാൻ സാർ. അപ്പോഴേക്കും വാതിൽക്കൽ കനകവും ജീവനും പ്രത്യക്ഷപ്പെട്ടു. സാർ വരണം ടെറസിലേക്ക്. അവിടെ ജയന്തൻ മരിച്ച ഭാഗത്ത് വെച്ച് എല്ലാം ഞാൻ വ്യക്തമാക്കാം. സുരേന്ദ്രനാഥും ആദിയും ലിജോയും കൂടി ടെറസിലേക്ക് നടന്നു. കനകവും ജീവനും പിന്നാലെ ചെല്ലാൻ ഭാവിച്ചപ്പോൾ ആദി തടഞ്ഞു. നിങ്ങളാരും ഇപ്പോൾ വരണ്ട. കൊലയാളിയെ ഞങ്ങൾ തന്നെ നിങ്ങളുടെ മുന്നിലെത്തിക്കും. മൂവർ ടെറസിലേക്ക് കയറിയപ്പോൾ ലിജോ അവിടെ വാതിലടച്ചു കൊടുത്തിട്ടു. സുരേന്ദ്രനാഥ് ചുറ്റും നോക്കി. എവിടെയാണ് അയാൾ? പെട്ടെന്ന് ആദ്യം മുഖം നോക്കുന്ന ഒരു കണ്ണാടിയെടുത്ത് സുരേന്ദ്രനാഥിനെ അഭിമുഖമായി പിടിച്ചു. പിന്നെ പറഞ്ഞു, സാറ് ഇതിലേക്കൊന്ന് നോക്കിക്കേ, കൊലയാളിയെ കാണാം. കണ്ണാടിയിലേക്ക് നോക്കിയ സുരേന്ദ്രനാഥ് തൻ്റെ പ്രതിബിംബം കണ്ട് പകച്ചുപോയി. ആദി, വാട്ട് ഈസ് ദിസ്? സുരേന്ദ്രനാഥ് അമ്പരപ്പോടെ അവനെ നോക്കി. ആദി അയാളുടെ മുഖത്തേക്ക് തന്നെ കണ്ണുകൾ കുത്തി നിർത്തിയിരിക്കുകയാണ്. സാർ, ഇതൊരു മായക്കണ്ണാടിയാണ്. കുമിളിയിൽ വന്ന ഒരു തമിഴൻ മഷിനോട്ടക്കാരൻ തന്നതാ. ഇതിൽ നോക്കിയാൽ തെളിയുന്ന മുഖം ആ കൊലയാളിയുടേത് ആയിരിക്കുമത്രേ. അവൻ തിരിഞ്ഞ് ലിജോയോട് തിരുക്കി. അല്ലേടാ? അതെ. ലിജോ ശരിവെച്ചു. ജയന്തനുമായി രക്തബന്ധമുള്ള ആരെയെങ്കിലും കൊണ്ട് നോക്കിച്ചാലേ അതിൽ കൊലയാളിയുടെ മുഖം തെളിയൂ എന്നാ പറഞ്ഞത്. സുരേന്ദ്രനാഥ് തല കുടഞ്ഞു. ഷിറ്റ്, ഇത്തരം അന്ധവിശ്വാസങ്ങളൊക്കെ ഇക്കാലത്തും ആരെങ്കിലും വച്ചു പുലർത്തുമോടാ? അയാൾ പുച്ഛിച്ചു. സാറിപ്പോൾ അതിൽ കണ്ടത് എന്താ? ആദ്യ ചിരിയോടെ തിരക്കി. എൻ്റെ മുഖം തന്നെ. സുരേന്ദ്രനാഥിൻ്റെ നെറ്റി ചുളിഞ്ഞു. പക്ഷേ നേരിട്ട് നോക്കുമ്പോൾ ഇത്രയും കാലം കണ്ട മുഖമല്ലല്ലോ സാറിനിപ്പോൾ.
ആദിയുടെ കണ്ണുകളിൽ കൗശലം മിന്നി. ഏ? സുരേന്ദ്രനാഥിൻ്റെ ചുണ്ടുകൾ കോർത്തു. അതെ സാർ, ലിജോയും തുടർന്നു. സാറിൻ്റെ മുഖത്തിന് നല്ല മാറ്റമുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ആരെങ്കിലും കണ്ടാൽ സാറിൻ്റെ സഹോദരന്മാരിൽ ആരെങ്കിലും ആണെന്നേ കരുതൂ. ഈ മാറ്റം എങ്ങനെയുണ്ടായി സാർ? അവൻ ഗൂഢമായി ചിരിച്ചു. സുരേന്ദ്രനാഥ് അസ്വസ്ഥനായി കണ്ണാടിയിലേക്ക് ഒരു വട്ടം കൂടി നോക്കി. വീടിന് ചുറ്റും നിൽക്കുന്ന വൃക്ഷങ്ങളിൽ ഒരു കാറ്റ് പിടിച്ചു തുടങ്ങിയിരുന്നു. ക്രമേണ അതിന് ശക്തി കൂടി. മാനത്ത് വെൺമേഘങ്ങളും മഴക്കാറുകളും ഇടവിട്ട് അതിവേഗം ഓടുന്നു. തണുപ്പിലും സുരേന്ദ്രനാഥ് കുടുകൂടെ വിയർക്കാൻ തുടങ്ങി. സാർ, ആതിരെ ശബ്ദം കേട്ടപ്പോൾ അയാൾ തേൾ കുത്തിയതുപോലെ ഒന്ന് പുളഞ്ഞു. എന്താ? സാറിന് സാറിൻ്റെ മുഖം തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? അയാൾ മറുപടി പറഞ്ഞില്ല. പക്ഷേ ആ കണ്ണുകളിൽ ഒരു നീലമിന്നൽ ഉണ്ടായതുപോലെ അവന് തോന്നി. പകമൂത്ത് വിഷം തുപ്പാൻ നിൽക്കുന്ന ഒരു കിങ് കോബ്രയുടെ ഭാവം. ആദി, സുരേന്ദ്രനാഥിൻ്റെ സ്വരം മാറി. അത് ഒരു ഗുഹയിൽ നിന്ന് വന്നതുപോലെ തോന്നിച്ചു. ഈ കണ്ണാടി എന്നെ ഏൽപ്പിച്ചതിലൂടെ നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് പറ. ആദി ടെറസിലൂടെ 2 ചാൽ നടന്നു. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് സാറിനറിയാം, ഞങ്ങൾക്കും അറിയാം. ഇനി എന്നെക്കൊണ്ട് തന്നെ അത് പറയിപ്പിക്കണമെന്നുണ്ടോ? അവൻ നടത്തം നിർത്തി. സുരേന്ദ്രനാഥ് അടഞ്ഞുകിടക്കുന്ന ടെറസിൻ്റെ വാതിൽക്കിലേക്ക് പാളി നോക്കി. അതിനപ്പുറത്ത് കനകവും ചുവലും ഉണ്ടാവും. ആദിയുടെ ശബ്ദം അയാളെ വീണ്ടും ഞെട്ടിച്ചു. സാർ ഓർക്കുന്നുണ്ടോ? ടെറസിൻ്റെ ഈ മൂലയിലാണ് ജയന്തൻ മരിച്ചിരുന്നത്. ഇവിടേക്ക് നോക്കുമ്പോൾ സാറിന് എന്താ തോന്നുന്നത്? എൻ്റെ മകൻ്റെ ദയനീയ മരണം, എൻ്റെ തീരെ നഷ്ടം. അല്ലാതെന്താ? പെട്ടെന്നായിരുന്നു അയാളുടെ ഉത്തരം. അതെ സാർ. ആദിയുടെ സ്വരം പതറി. അത് വെറുമൊരു മരണമോ സാറിനുണ്ടായ നഷ്ടമോ മാത്രമായിരുന്നില്ല. ഒരു നാടിൻ്റെ സ്വപ്നവും പ്രതീക്ഷയും സ്നേഹ സ്പന്ദനങ്ങളുമാണ് അതോടെ ഇല്ലാതായത്. അതിനെയാണ് ഏതോ നായ്ക്ക് പിറന്ന ഒരു നാരി ഇല്ലാതാക്കിയത്. ആതിരത കടപ്പല്ലുകൾ ഞെരിഞ്ഞമർന്നു. സുരേന്ദ്രനാഥിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. നീ കുറേ നേരമായാലോടാ ഇങ്ങനെ പിച്ചും പേയും പറയാൻ തുടങ്ങിയിട്ട്. തുറന്നു പറ, എവിടെയാണ് ആ കൊലയാളി? ആരാണ് അയാൾ? സുരേന്ദ്രനാഥിൻ്റെ ക്ഷമ നശിച്ചതുപോലെ തോന്നി. ആദ്യം നടന്നു ചെന്ന് ടെറസിൻ്റെ പാരപ്പറ്റിനരികിൽ നിന്നു. കസ്തൂരിമാൻ്റെ ഒരു കഥയുണ്ട് സാർ. വിലപിടിപ്പുള്ള കസ്തൂരി ഉണ്ടാകുന്നത് അതിൻ്റെ പൊക്കിൾ കൊടിക്കുള്ളിലെ ഒരു കുഞ്ഞു സഞ്ചിയിലാണ്. സഞ്ചി നിറയുമ്പോൾ കസ്തൂരി അല്പാൽപമായി പുറത്തു വരും. അത് പുല്ലുകളിൽ പറ്റുന്നതോടെ ആ പ്രദേശം സുഗന്ധപൂരിതമാകും. തിരിഞ്ഞു നോക്കാതെ അവൻ തുടർന്നു. പക്ഷേ സുഗന്ധത്തിൻ്റെ ഉറവിടം എവിടെയാണെന്ന് മാൻ തിരിച്ചറിയുന്നില്ല. അത് തേടി പുൽപ്രദേശം മുഴുവൻ മാൻ അലഞ്ഞു നടക്കും. അതുപോലെ ഒരു കഥയാണിതും. ഒരു വ്യത്യാസം മാത്രം, ഇവിടെ മാനിൻ്റെ ഉള്ളിൽ വിഷമാണ്. ആ മാൻ അഭിനയിക്കുകയാണ്. യു മീൻ? സുരേന്ദ്രനാഥിൻ്റെ ചുണ്ടുകൾ വിറച്ചു. കണ്ണുകളിൽ രക്തവർണ്ണം പരന്നു. നീ പറയുന്നത് എൻ്റെ മകനെ കൊന്നത് ഞാൻ തന്നെയാണെന്നാണോ? മഹാപാപി, അയാൾ കഴിച്ചുണ്ടി. മിടുക്കനും ബുദ്ധിമാനുമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വേണമെങ്കിൽ ഏറ്റവും വലിയൊരു ക്രിമിനലുമാകാം. പറഞ്ഞത് ലിജോയാണ്. സുരേന്ദ്രനാഥ് അവന് നേരെ വെട്ടിത്തിരിഞ്ഞു. ഷട്ടപ്പ്! കഥയും ഊഹാപോഹങ്ങളും കൊണ്ട് നീയൊക്കെ എന്നെ കുരങ്ങ് കളിപ്പിക്കുന്നോ? അയാൾ ആദ്യം കൊടുത്ത കണ്ണാടി ടെറസിലേക്ക് വലിച്ചെറിഞ്ഞു. അത് അസംഖ്യം ചീളുകളായി ബുള്ളറ്റുകൾ പോലെ ചിതറിപ്പാഞ്ഞു. കോപ്പ്, നീയൊക്കെ മിടുക്കരാണെങ്കിൽ കൊലയാളിയെ എൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് സംസാരിക്കടാ. സുരേന്ദ്രനാഥ് രോഷത്തോടെ തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു. അടുത്ത നിമിഷം പിന്നിൽ നിന്ന് ആദ്യയുടെ വലതുകരം അയാളുടെ തോളിൽ അമർന്നു. സാറൊന്ന് നിന്നേ. സുരേന്ദ്രനാഥ് നിന്നു. പിന്നെ തല മാത്രം തിരിച്ച് ആ കൈപ്പത്തിയിലേക്കും അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. എന്താടാ? നെഞ്ചിൽ കൈവച്ച് സാറിന് പറയാൻ കഴിയുമോ? ജയന്തൻ സാറിൻ്റെ മകനായിരുന്നെന്നും അവനെ കൊന്നത് സാറല്ലെന്നും. എടാ! തലയിലൊരു കുടം വീണതുപോലെ വായി പിളർന്നു പോയി സുരേന്ദ്രനാഥ്. എന്നാലും പെട്ടെന്ന് അയാൾ പ്രതികരിച്ചു. അവൻ്റെ കൈ തട്ടിക്കളഞ്ഞിട്ട് മിന്നൽ പോലെ തിരിഞ്ഞു. ജയന്തൻ? അവൻ പിന്നെ ആരുടെ മകനാടാ? അത് കനകമാൻറ്റിക്കും സാറിനും വ്യക്തമായി അറിയാം. സുരേന്ദ്രനാഥിൻ്റെ മുഖത്ത് വിവിധ ഭാവങ്ങൾ മിന്നി. യു അയാൾ നിന്ന് വിറച്ചു. വാക്കുകൾ കിട്ടത്തില്ല സാറേ. പ്രത്യേകിച്ചും അന്തരംഗം ക്ഷോഭിക്കുമ്പോഴും അസ്വസ്ഥമാകുമ്പോഴും കള്ളം വെളിപ്പെടുത്തുമ്പോഴും. ലിജോ ചിരിച്ചു. എൻ്റെ മകൻ്റെ പിതൃത്വത്തെക്കുറിച്ച് നിനക്കാണോടാ എന്നേക്കാൾ അറിയാവുന്നത്? ഇപ്പോൾ നമ്മൾ 2 കൂട്ടർക്കും അറിയാം. ഫാ! സുരേന്ദ്രനാഥ് മുഖം അടച്ച് ഒരാട്ടാട്ടി. ഇറങ്ങിപ്പോടാ എൻ്റെ മുമ്പിൽ നിന്ന്. ഇങ്ങനെ പ്രസംഗിച്ചിട്ടുള്ളവരാരും. അയാളെ പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല ആദി. അവൻ പറഞ്ഞു. അവരൊന്നും ജീവനോടില്ല അല്ലേ? സുരേന്ദ്രനാഥ് കൈവീശി ഒറ്റയടിയായിരുന്നു അവനെ. തെമ്മാടിത്തരം പറയുന്നോടാ. പക്ഷേ ആദി അടി തടഞ്ഞു. ഉരുക്കും മുറുകും പോലെ അവൻ്റെ കൈ അയാളുടെ കയ്യിൽ മുറുകി. ഇത്രയും നാൾ നിങ്ങളെനിക്ക് ദൈവതുല്യനായിരുന്നു. പക്ഷേ എല്ലാം പറഞ്ഞ നിമിഷം മുതൽ എൻ്റെ ജയന്തനെ കൊന്നവൻ ആരാണെങ്കിലും എനിക്കൊന്നു പോലെയാ. അയാൾക്ക് ഞാൻ നൽകുന്ന ശിക്ഷയും അതുപോലെയാ, മരണം. അറിയാമല്ലോ സാറിന് ശരിക്കും എന്നെ. അവൻ കഴുത്തൊന്ന് വെട്ടിച്ചു. മരക്കൊമ്പ് ഒടിയും പോലെ ഞൊട്ടകൾ കേട്ടു. എന്താടാ, നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? സുരേന്ദ്രനാഥിൻ്റെ കണ്ണുകൾ തീത്തുപ്പി. അതെ സാർ.
വികാര വിക്ഷോഭം കാരണം അവൻ്റെ സ്വരം കൂടുതൽ ഉയർന്നു. ഒരുപാട് പേരെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളവനാണല്ലോ നിങ്ങളും. അതിനു ഞാനൊരു ഉദാഹരണം പറയാം. ഞെട്ടരുത്. അവൻ്റെ മാംസപേശികൾ വലിഞ്ഞു മുറുകി. നിങ്ങൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായിരുന്ന കാലം. അന്ന് നിങ്ങളുടെ അടുത്ത സുഹൃത്തായിരുന്നു രാജിവെച്ച ജലസേചന മന്ത്രി ചെട്ടിക്കുളങ്ങര സദാശിവൻ. നിങ്ങൾ നടത്തിയിരുന്ന കടുവ വേട്ടകളെക്കുറിച്ച് എന്തെങ്കിലും സ്മരണയുണ്ടോ ഇപ്പോൾ? അന്നത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ഒരു രാരിച്ചൻ സാറിനെ ഓർക്കുന്നുണ്ടോ? നിങ്ങളെ കൈയോടെ പിടികൂടിയ വനപാലകൻ. കുറച്ച് പഴയ കഥയാണ്. തൻ്റെ ശരീരം പെട്ടെന്ന് തണുക്കുന്നതുപോലെ തോന്നി സുരേന്ദ്രനാഥിന്. അയാൾ അവനെ തുറച്ചു നോക്കി. ആദി കയ്യിലെ പിടിവിട്ടിട്ടും അയാൾ ഒരു ശില പോലെ നിന്നു. പുച്ഛഭാവത്തിൽ ആദി തുടർന്നു. നിങ്ങൾക്കിരുവർക്കും പണി കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ ഒരു രാത്രിയിൽ ഡ്യൂട്ടിക്കിറങ്ങിയ രാരിച്ചൻ സാറിനെ ഉൾവനത്തിൽ വെച്ച് നിങ്ങൾ രണ്ടാളും ചേർന്ന് തടഞ്ഞു. ആദ്യം കാലു പിടിച്ചു, പിന്നെ ഭീഷണിപ്പെടുത്തി. വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ വെട്ടി 2 തുണ്ടമാക്കി. ഇല്ലെന്ന് പറയാമോ നിങ്ങൾക്ക്? സുരേന്ദ്രനാഥിൻ്റെ മുഖത്ത് ആദ്യമായി പേടി വന്നു. എന്തെങ്കിലും പറയാൻ അയാൾക്ക് നാവനങ്ങിയില്ല. ആദിയുടെ ശബ്ദം ഉലയിലെ തീപ്പൊരികൾ കണക്കെ അയാളുടെ കാതിലേക്ക് ചിതറി വീണു. ഇന്നത്തെ ടൈഗർ റിസർവ് ഫോറസ്റ്റിലെ കൊടുംകൊക്കയിൽ നിങ്ങൾ രാരിച്ചൻ സാറിൻ്റെ ശവം തള്ളിയപ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാം കണ്ടിരുന്ന ഒരാളെ നിങ്ങൾ മനസ്സിലാക്കി. ഒരു ശേഖരൻ, എൻ്റെ അച്ഛൻ. ഓർക്കുന്നുണ്ടോ? സുരേന്ദ്രനാഥ് അടിമുടി കിടുങ്ങി. മുന്നിൽ നിൽക്കുന്നത് തീർത്തും അപരിചിതനായ ഒരാളാണ് എന്ന ഭാവത്തിലാണ് അയാൾ നോക്കിയത്. ആദ്യം മീശത്തുമ്പോന്ന് പിരിച്ചു. കണ്ണുകളിൽ രോക്ഷത്തിൻ്റെ നനവ്. അച്ഛനൊരു വനം കൊള്ളക്കാരനായിരുന്നു എന്നത് സത്യം. പക്ഷേ നിങ്ങളെപ്പോലെ മുച്ചൂടും കട്ടുമുടിച്ചിട്ടില്ല. വനവിഭാഗങ്ങളിൽ ചെറുതു മാത്രം എടുത്തിരുന്നു. പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളെയും ഭാര്യയെയും അമ്മയെയും സംരക്ഷിക്കാൻ. ആദ്യം ഒന്ന് നിർത്തി പിന്നെ തുടർന്നു. പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഡബിൾ ബാരൽ ഗൺ തൊണ്ടക്കുഴിയിൽ അമർത്തി നിങ്ങൾ അലറിയപ്പോൾ കുടുംബം അനാഥമാകുമെന്ന ഭീതിയിൽ എല്ലാം ഉപേക്ഷിച്ച് നാടുവിട്ടേക്കാമെന്ന് പാവം എൻ്റെ അച്ഛൻ സമ്മതിച്ചു. ആദിയുടെ ജന്നിയിൽ ഞരമ്പുകൾ പിടച്ചു പൊങ്ങി. ശ്വാസം വലിച്ചെടുത്തുകൊണ്ടാണ് അവൻ ബാക്കി പറഞ്ഞത്. അപ്പോഴും നിങ്ങൾ ക്രൂരത കാട്ടി. അച്ഛനും അമ്മയും എൻ്റെ കുഞ്ഞുപ്പങ്ങൾ ഭദ്രയെ മാത്രമേ കൂടെ കൊണ്ടുപോകാവൂ എന്ന് നിർദ്ദേശിച്ചു. ആരും അറിയാത്ത ഏതെങ്കിലും നാട്ടിൽ പോയി കഴിഞ്ഞു കൊള്ളണം പോലും. വീടുമായി യാതൊരു ബന്ധവും പാടില്ലത്രേ. ആദിയുടെ ശ്വാസഗതിക്ക് വേഗതയേറി. എന്നെ മുത്തശ്ശിക്കൊപ്പം നിർത്താൻ കൽപ്പിച്ചത് മറ്റൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടല്ലേ? ഏതെങ്കിലും കാലത്ത് ഈ രഹസ്യം പുറത്ത് പറയുകയോ അച്ഛൻ മടങ്ങി വരികയോ ചെയ്താൽ എന്നെ കൊന്നുകളയുക. അല്ലെങ്കിൽ ഒരിക്കലും പുറത്തു വരാത്ത രീതിയിൽ കേസിൽ കുടുക്കി അകത്താക്കുക. ശരിയല്ലേടോ? വാക്കുകൾക്കൊപ്പം ആദിയുടെ രീതിയും മാറി. കൈച്ചുരുട്ടി അവൻ ഒറ്റയിടി. അർദ്ധവിലാപത്തോടെ സുരേന്ദ്രനാഥ് ഭിത്തിയിലേക്ക് ചാരി. അയാളുടെ ചുണ്ട് പൊട്ടി ചോരയൊലിച്ചു. കൈവെള്ളയിൽ അത് തുടച്ചു നോക്കിയ സുരേന്ദ്രനാഥ് അലറി. അതേടാ നായേ, അങ്ങനെ ചെയ്തത് ഞാൻ തന്നെയാ. നിനക്കെന്നെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അയാളുടെ കയ്യിൽ പിടിച്ചു വലിച്ചൊരു ഏറായിരുന്നു ആദിയുടെ മറുപടി. സുരേന്ദ്രനാഥ് ടെറസിൽ വട്ടം കറങ്ങി വീണു. കുതിച്ചെത്തിയ ആദി അയാളുടെ നെഞ്ചിൽ 4-5 ചവിട്ടുകൂടി കൊടുത്തു. അയാളുടെ തുറന്ന വായിലൂടെ കൊഴുത്ത ചോര പുറത്തു ചാടി. ആദി അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് വലിച്ചുയർത്തി. ലിജോ കരുതലോടെ നിന്നു. ആദി വലത് ചൂണ്ടുവിരൽ സുരേന്ദ്രനാഥിൻ്റെ തൊണ്ടക്കുഴിയിൽ കുത്തിയിറക്കി. അയാളുടെ കണ്ണുകൾ തള്ളിപ്പോയി. എൻ്റെ അച്ഛനമ്മമാരും പെങ്ങളും അന്യനാട്ടിൽ പോയി എത്രമാത്രം ദുരിതം അനുഭവിച്ചതെന്ന് തനിക്കറിയാമോ ഡച്ചറ്റെ? അതവർ ചെയ്തതിൻ്റെ ഫലമായിരുന്നോ? സുരേന്ദ്രനാഥ് കുതറി. പക്ഷേ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അയാളുടെ വായിൽ നിന്നൊഴുകിയ ചോര താടിയിലൂടെ ആദിയുടെ കൈയിലേക്ക് ഇറ്റുവീണു. അവസാനം ആദി പിടിമുറുക്കി. എന്നോട് സ്നേഹം നടിച്ച് നീ എനിക്ക് ചെറുപ്പം മുതൽ മദ്യം തന്നു. നിന്റെ മകളെ എനിക്ക് തരുമെന്ന് തോന്നിപ്പിച്ചായിരുന്നു അടുത്ത നാടകം. എൻ്റെ കുടുംബം മടങ്ങി വന്നപ്പോൾ നിന്റെ പക ഇരട്ടിച്ചു. പിന്നെ നീയും മന്ത്രി പുങ്കവനും ചേർന്ന് പുതിയ നീക്കം തുടങ്ങി. മാർത്താണ്ഡം ഷൺമുഖൻ എന്ന കൊടും കുറ്റവാളിയെയും തോവാളയിലെ അഴകരാജയെയുമൊക്കെ കൂട്ടുപിടിച്ച് ഞങ്ങളെ തകർക്കാൻ നിന്റെ മോളെ പോലും നീ ആയുധമാക്കി. നീയും കൂടി അറിഞ്ഞുകൊണ്ടായിരുന്നല്ലേടാ അവളുടെ കിഡ്നാപ്പിങ്. ഇതിലെല്ലാം പങ്കുണ്ടായിരുന്ന നിന്റെ ആൺമക്കൾക്ക് പോലും ഒരു കാര്യം ഇതുവരെ അറിയില്ല. എല്ലാത്തിൻ്റെയും മീതെ നീയുണ്ടെന്ന കാര്യം. നിനക്ക് വേണ്ടിയാണ് ദേവനായകത്തെ കൊല്ലേണ്ടി വന്നതെന്ന് പരശുരാമന് പോലും അറിയില്ല. സ്വന്തം കുടുംബത്തിൽ പോലും നീ ചിലന്തി വല ഒരുക്കി. ആദി കൈ ചുരുട്ടി അയാളുടെ അടിവയറ്റിൽ ഒറ്റ ഇടി കൂടി കൊടുത്തു. വില്ലുപോലെ വളഞ്ഞുപോയി സുരേന്ദ്രനാഥ്. ആദിയുടെ ശബ്ദം തീക്കാറ്റായി ചിതറി. എൻ്റെ മുത്തശ്ശി, അവർ മരിച്ചതും നീയൊരുക്കിയ കെണിയില. എന്നെ കൊല്ലാനും എൻ്റെ അച്ഛനമ്മമാരെ തട്ടിയെടുക്കാനും നീ അഴകരാജയ്ക്കും ഷൺമുഖനും ഒരുക്കിക്കൊടുത്ത പദ്ധതിയുടെ ഭാഗം. എന്നിട്ടിപ്പോൾ എന്തിയേടെ പുല്ലേ അവന്മാരൊക്കെ? ഒരുത്തരെങ്കിലും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? സുരേന്ദ്രനാഥ് വല്ലാതെ നടുങ്ങി. ആദിക്ക് കലിയടങ്ങിയിരുന്നില്ല. നീയാണ് എല്ലാത്തിനും പിന്നിലെന്ന് കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് ദേവനായകൻ പോലും മരിക്കുന്നതിന് മുമ്പ് സംശയിച്ചില്ല. നിന്റെ ബുദ്ധിയും നീക്കങ്ങളും അപാരം. പക്ഷേ ഇന്ന് നീ തിരിച്ചറിയും, എത്ര ബുദ്ധിയോടെ കളിച്ചാലും ഒരിക്കൽ പിടി വീഴുമെന്ന്. അതിനു മുമ്പ് നിന്നെ കൊണ്ട് ഞാൻ എൻ്റെ മുമ്പിൽ കുമ്പസാരിപ്പിക്കും. നീ കളിച്ചിട്ടുള്ളതും ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതുമായ സകലതും. പക്ഷേ അടുത്ത നിമിഷം ആദിശങ്കരനെയും ലിജോയെയും അമ്പരിപ്പിച്ചുകൊണ്ട് സുരേന്ദ്രനാഥ് ചിരിച്ചു. ചോര അയാളുടെ പല്ലുകളിൽ ചുവന്നു തിളങ്ങി. ആദി,
നീ മിടുക്കനാ, പക്ഷേ നിനക്കെന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ലടാ. ഇനിയും ഞാൻ ചതിക്കും, മരണം വരെ, നിന്നെയും ഈ നാട്ടിലുള്ള സകല എണ്ണത്തിനെയും. ഥൂ. അയാൾ കാരിത്തുപ്പി, അതും ചോരയായിരുന്നു. എടാ. ഇനി ക്ഷമിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നില്ല ലിജോയ്ക്ക്. പിന്നിൽ നിന്ന് സുരേന്ദ്രനാഥിൻ്റെ കഴുത്തിൽ അവൻ ആഞ്ഞിടിച്ചു. അയാൾ ആദ്യയുടെ മേലേക്ക് ചാഞ്ഞു. എന്നിട്ടും സുരേന്ദ്രനാഥ് പതറിയില്ല. നീയൊക്കെ ഈ ഓരോ അടിക്കും മറുപടി പറയേണ്ടി വരും. കരഞ്ഞു പ്രാണനു വേണ്ടി പിടയും. നോക്കിക്കോടാ. ആദ്യയുടെ ഇമകൾ വല്ലാതെയൊന്ന് വെട്ടി. ആ വാക്കുകളിൽ അപകടത്തിൻ്റെ ചൂരടിച്ചു അവന്. അയാൾ ഇനിയും പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ടെന്ന് വ്യക്തം. അടുത്ത നിമിഷം ടെറസിൻ്റെ വാതിലിൽ തുടരെ തുടരെ മുട്ടുകെട്ടു. ആദി, എന്താ ഇവിടെ? വാതിലൊന്ന് തുറന്നേ. കനകവും ജൂവലും വിളിക്കുകയാണ്. ആദി തിരിഞ്ഞു നോക്കിയില്ല. കണ്ണുകൾ ചലിപ്പിക്കാതെ സുരേന്ദ്രനാഥിൽ തറച്ചു നിർത്തിയിരിക്കുകയാണ്. പക്ഷേ സുരേന്ദ്രനാഥ് ക്രൂരമായി ചിരിച്ചു. തൻ്റെ ഒടുക്കത്തെ ചിരി. ആദിയുടെ മടക്കിയ കാൽമുട്ട് അയാളുടെ നാഭിയിൽ പതിഞ്ഞു. അലർച്ചയോടെ അവിടെ കൈ അമർത്തിക്കൊണ്ട് സുരേന്ദ്രനാഥ് ടെറസിൽ മലർന്നു വീണു. ആദി അയാളുടെ നെഞ്ചിലേക്കിരുന്നു. പിന്നെ പോക്കറ്റിൽ നിന്നൊരു പിസ്റ്റൾ എടുത്ത് അയാളുടെ നെറ്റിയിൽ കുത്തി അമർത്തി. കമ്പത്തെ മുന്തിരിത്തോട്ടത്തിൽ വെച്ച് പച്ചയപ്പൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയ പിസ്റ്റൾ. തന്നെ അങ്ങ് തീർക്കാൻ പോവുകയാ ഞാൻ. എൻ്റെ കുടുംബത്തെ തകർക്കാൻ താൻ എന്തൊക്കെ ചെയ്തു വച്ചിട്ടുണ്ടെങ്കിലും തൻ്റെ മുമ്പിൽ ഞാൻ കരയുകയോ കാലു പിടിക്കുകയോ ചെയ്യത്തില്ല. പറയടാ, എൻ്റെ ജയന്തനെ കൊന്നത് താൻ തന്നെയല്ലേ? അപ്പോഴും പതർച്ച മറച്ചു പിടിച്ചു സുരേന്ദ്രനാഥ്. ചുണയുണ്ടെങ്കിൽ നീ എന്നെ കൊല്ലടാ. എന്നാലും പറയാൻ എനിക്ക് മനസ്സില്ല. സുരേന്ദ്രനാഥ് ചിരിച്ചു. അയാളുടെ ആ ധൈര്യം ഏതൊരു കൊടും ക്രിമിനലിനേക്കാളും അധികമായിരുന്നു അത്. അടുത്ത നിമിഷം ഒരു വാഹനത്തിൻ്റെ ഇരമ്പൽ കേട്ടു. ലിജോ ടെറസിൻ്റെ അങ്ങേയറ്റത്തേക്ക് മാറി നിന്ന് നോക്കി. ആദി, പോലീസാ. അവൻ്റെ നെറ്റി ചുളിഞ്ഞു. സഡൻ ബ്രേക്കിട്ട ഇന്നോവയിൽ നിന്ന് ഉസ്മാൻ അൻസാരിയും സംഘവും ചാടിയിറങ്ങി. കനകം വാതിൽക്കിലേക്ക് ഓടിച്ചെന്നു. സാർ, ഞാനാ വിളിച്ചത്. അവർ തിടുക്കപ്പെട്ടു. അവിടെ ടെറസിൽ ആദിയും ലിജോയും അദ്ദേഹവും. പരിഭ്രമത്തോടെ അവർ മുകളിലേക്ക് കൈ ചൂണ്ടി. ഉസ്മാൻ അൻസാരി മൂളി. പിന്നെ കനകം പറഞ്ഞത് ശ്രദ്ധിക്കാത്തതുപോലെ ഒപ്പമുണ്ടായിരുന്നവർക്ക് നിർദ്ദേശം നൽകി. സെർച്ച്. അബു സലീമും ബ്രിട്ടാസും ചന്ദ്രശേഖരനും ലെനിനും 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അകത്തെ മുറികളിലേക്ക് പാഞ്ഞു. ഒന്നും മനസ്സിലാക്കാതെ കനകം മിഴിച്ചു നിന്നു. സാർ, അവർ മുകളിലാ. കനകം വീണ്ടും മുകളിലേക്ക് കൈ ചൂണ്ടി. ഷട്ടപ്പ്. ഉസ്മാൻ അൻസാരി അമർഷത്തോടെ അവർക്ക് നേരെ വെട്ടിത്തിരിഞ്ഞു. പിന്നെ അകത്ത മുറിവാതിലുകളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് കരുതലോടെ നിന്നു. തൻ്റെ മുറിയുടെ വാതിലടച്ചിട്ട് ലാപ്ടോപ്പിൽ എന്തോ നോക്കി ബെഡിൽ കിടക്കുകയായിരുന്നു റോസ്. വാതിലിൽ മുട്ടുന്നത് കേട്ടിട്ടും അവൾ അനങ്ങിയില്ല. വീണ്ടും ശക്തിയിൽ മുട്ട് കേട്ടു. ലാപ്ടോപ്പ് ബെഡിൽ വെച്ചിട്ട് കോപത്തോടെ എഴുന്നേറ്റ് വാതിൽ തുറക്കുന്നതിനിടയിൽ അവൾ ചീറി. മനുഷ്യന് സ്വസ്ഥമായി ഇരിക്കാനും പറ്റത്തില്ലേ? എന്തു വേണം? ചോദിച്ചുകൊണ്ട് നോക്കിയത് ബ്രിട്ടാസിൻ്റെ മുഖത്തേക്കാണ്. തൊട്ട മുന്നിൽ കാക്കിധാരിയായ ആളുകളെ കണ്ട് അവളൊന്ന് പരിങ്ങിയെങ്കിലും പെട്ടെന്ന് ധൈര്യം വീണ്ടെടുത്തു. താൻ ജലസേചന മന്ത്രിയുടെ മകളായിരുന്നല്ലോ. എത്ര പോലീസിനെ കണ്ടിരിക്കുന്നു. നിങ്ങളോട് തന്നെയാ ചോദിച്ചത് എന്ത് വേണമെന്ന്. അവൾ കയർത്തു. പൊരിച്ച കോഴിയും ചപ്പാത്തിയും വേണം. ഇരിപ്പുണ്ടോ? ബ്രിട്ടാസ് ചിരിച്ചു. സ്കൗണ്ടറൽ. റോസ് പല്ല് ഞെരിച്ചു. ബ്രിട്ടാസിൻ്റെ ചിരി മാഞ്ഞു. ഞങ്ങൾ നിൻ്റെ അപ്പനെ തേടി ഇറങ്ങിയതാടി. ഇവിടെ ഒഴിച്ചിരിപ്പുണ്ടെങ്കിൽ പൊക്കാൻ. റോസിൻ്റെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി. അത് ശ്രദ്ധിക്കാതെ ആദ്യം ബ്രിട്ടാസും പിന്നാലെ അബു സലീമും അകത്തേക്ക് കയറി. റോസ് ഒരു വശത്തേക്ക് മാറി. അവർ അലമാരിയിലും കട്ടിലിനടിയിലും ബാത്റൂമിലും വരെ പരിശോധിച്ചു. സദാശിവനെ കണ്ടില്ല. കിട്ടിയില്ലേ? റോസ് പുച്ഛിച്ചു. കിട്ടും, നിന്റെ കരണത്ത് ഇനി മിണ്ടിയാൽ. പറഞ്ഞത് അബു സലീമാണ്. ഓർത്തോ, നിന്റെ തന്തേ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ അയാളെ നിനക്ക് തിരിച്ചറിയാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. അപമാനഭാരത്താൽ റോസ് എന്തോ പിറുപിറുത്തു. തെറിയായിരിക്കും അല്ലേ? കാക്ക കുഞ്ഞ് കുയിലിനെ പോലെ പാടത്തില്ലല്ലോ. 10 ഗുണം 10 ഗുണം. അവർ പുറത്തിറങ്ങി. റോസ് ശക്തിയിൽ വാതിൽ വലിച്ചടച്ചു. വീടിൻ്റെ 2 നിലകളിലെയും മുറി മുഴുവൻ പരിശോധിച്ചിട്ടും പോലീസിന് ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവർ ഉസ്മാൻ അൻസാരിയുടെ അരികിൽ മടങ്ങിയെത്തി. ഇവിടെ എങ്ങുമില്ല സാർ. കനിപ്പിച്ച ഒരു മുകളിലൂടെ ഉസ്മാൻ സ്റ്റെയർ കേസ് കയറി. ജുവൽ പരിഭ്രമിച്ച മട്ടിൽ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ നേരത്തെ ടെറസിൽ സുരേന്ദ്രനാഥിൻ്റെ നെറ്റിയിൽ കുത്തിയമർത്തിയ പിസ്റ്റൾ തൻ്റെ ഇടം കൈയിലേക്ക് മാറ്റി ആദിശങ്കരൻ. തുടർന്ന് അയാളുടെ നെഞ്ചിൽ ഒന്നുകൂടി അമർന്നിരുന്നിട്ട് വലം കൈ വീശി ഇരുക്കവുകളിലും ആഞ്ഞാഞ്ഞടിച്ചു. പറയട പന്നി, എൻ്റെ ജയന്തനെ കൊന്നത് നീയല്ലേ? സുരേന്ദ്രനാഥ് കടിച്ചു പിടിച്ചു കിടന്നു. ആദി അയാളുടെ മീശ വലിച്ചു പറിച്ചു. തൻ്റെ ഓരോ അവയവവും ഇതുപോലെ വലിച്ചു പറിച്ചിട്ടാണെങ്കിലും ഞാൻ സത്യം പറയിക്കും. വല്ലാത്തൊരു ഉന്മാദാവസ്ഥയിലായിരുന്നു ആദി. ആ നിമിഷം വാതിലിൽ തട്ടുകേട്ടു. ആദി, വാതിൽ തുറക്കടാ. ഉസ്മാൻ അൻസാരിയുടെ ശബ്ദം. ആദി ലിജോയെ നോക്കി കണ്ണുകൾ കൊണ്ട് ഒരടയാളം കാട്ടി. അവൻ ചെന്ന് വാതിൽ തുറന്നു. ഉസ്മാനും സംഘത്തിനു പിന്നാലെ കനകവും ജുവലും കൂടി ടെറസിലേക്ക് ഇറങ്ങി. മുന്നിലെ കാഴ്ച ഉസ്മാനെപ്പോലും നടുക്കിക്കളഞ്ഞു. ജീവനുള്ള ഒരു മൃഗത്തെ കഴുകൻ കൊത്തിക്കേറി വലിക്കുന്നതുപോലെയാണ് അയാൾക്ക് തോന്നിയത്. ആദി, കനകവും ജുവലും ഒന്നിച്ചു വിളിച്ചു.
അവനത് ചെവിക്കൊണ്ടില്ല. ആദി സ്റ്റോപ്പ്. ഉസ്മാൻ രണ്ടടി മുന്നോട്ട് വച്ചു. വരരുത് സാർ. ആദി തലകുടഞ്ഞു. പിസ്റ്റളിൻ്റെ ബാരൽ അവൻ സുരേന്ദ്രനാഥിൻ്റെ ഇടത് കണ്ണിൽ കുത്തി ട്രിഗറിലിരുന്ന് അവൻ്റെ വിറച്ചു. തുടർന്ന് ഉസ്മാനോട് അറിയിച്ചു, സാറിനോടുള്ള എല്ലാ ബഹുമാനവും വച്ചുകൊണ്ട് പറയുകയാ, ഇനി മുന്നോട്ട് വന്നാൽ ഞാനിവനെ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ കൊല്ലും. എൻ്റെ ജയന്തൻ്റെ ഘാതകനെ, എൻ്റെ മുത്തശ്ശിയെ കൊല്ലിച്ചവനെ. ഉസ്മാനും സംഘത്തിനും മാത്രം ഞെട്ടലുണ്ടായില്ല. പിന്നിൽ നിന്ന് ആരോ മുടിയിൽ പിടിച്ചു വലിച്ചതുപോലെ കനകവും ജുവലും നിന്നുപോയി. ആദിശങ്കരൻ, ഉസ്മാൻ സാവധാനം വിളിച്ചു. ചോദ്യം ചെയ്യലും സത്യം കണ്ടെത്തലും ശിക്ഷ നടപ്പാക്കലും ഒന്നും നിന്റെ പണിയല്ല. അത് പോലീസിൻ്റേതാണ്, കോടതിയുടേതാണ്. അതുകൊണ്ട് നീ ഇയാളെ ഞങ്ങൾക്ക് വിട്ടുതാ, ഞങ്ങൾ പറയിക്കാമെല്ലാം. ആദ്യം ഒന്ന് ചിരിച്ചു. സാർ, നിങ്ങൾ പോലീസുകാർക്ക് ഈ പാപിയെ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ? പക്ഷേ എനിക്ക് എന്തും ചെയ്യാം. കാരണം ഞാൻ പോലീസല്ല, നിയമം പഠിച്ചവനല്ല. ശിക്ഷ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ എത്ര വേണമെങ്കിലും ക്രൂരനാവാം. അവൻ്റെ മുഖത്തെ കല്ലിച്ച ഭാവം അപകടമാണെന്ന് ഉസ്മാൻ അൻസാരി തിരിച്ചറിഞ്ഞു. അയാളും പോലീസ് ഉദ്യോഗസ്ഥൻ പരസ്പരം നോക്കി. ഇവിടെ തങ്ങൾ ഒന്നനങ്ങിയാൽ ആ പിസ്റ്റളിൽ നിന്നൊരു ബുള്ളറ്റ് ചീറിയേക്കാം. ഇവനെ മയപ്പെടുത്തുകയാണ് ഉത്തമം. നീ ഒരു കൊലയാളിയായാൽ അതുകൊണ്ട് എന്താണ് നേട്ടം? മാത്രമല്ല, നിന്റെ പേരിൽ വിവിധ വകുപ്പുകൾ ചുമത്തപ്പെടും, ലൈസൻസ് ഇല്ലാത്ത ഈ പിസ്റ്റളിൻ്റേതടക്കം, അയാൾ ഓർമ്മിപ്പിച്ചു. അതിനിത് എൻ്റേതല്ലല്ലോ, ഇയാളുടെ കയ്യിൽ നിന്ന് ഞാൻ പിടിച്ചു പറിച്ചു വാങ്ങിയതല്ലേ. ആദ്യം അങ്ങനെ ഒരു കള്ളം പറഞ്ഞപ്പോൾ ലിജോ അമ്പരന്നു. സുരേന്ദ്രനാഥിലും ഒരു നടുക്കമുണ്ടായി. ആദ്യം തുടർന്നു. സാർ, ഇവൻ്റെ മൊഴി വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കും രേഖപ്പെടുത്താം. പിന്നീട് അതിനുള്ള അവസരം ഞാൻ തരില്ല. ആദി വേണ്ട. ഉസ്മാൻ്റെ കൈ തുകലുറയിലെ റിവോൾവറിലേക്ക് നീണ്ടു. ആദ്യം അത് കണ്ടു. അതുപയോഗിച്ച് സാർ എൻ്റെ നേരെ നിറയൊഴിക്കും മുമ്പ് ഞാൻ ഇയാളുടെ തലയോട് പിളർക്കും. ഉസ്മാൻ കൈ പിൻവലിച്ചു. പിസ്റ്റളിൻ്റെ ബാരൽ ആദി അല്പം കൂടി അമർത്തി. തൻ്റെ കണ്ണ് ചതഞ്ഞു പോകുന്നത് പോലെ സുരേന്ദ്രനാഥ് അറിഞ്ഞു. നിന്റെ നാവിൽ നിന്ന് എല്ലാം ഈ നിമിഷം പുറത്തു വരണം, അല്ലെങ്കിൽ 3 വരെ എണ്ണ മുമ്പ് ഞാൻ കാഞ്ചി വലിച്ചിരിക്കും. ആദി എണ്ണാൻ തുടങ്ങി. 1. അവൻ്റെ കൈവിരൽ കാഞ്ചിയിൽ അമരുന്നത് ഒറ്റക്കണ്ണാൽ സുരേന്ദ്രനാഥ് കണ്ടു. അടിമുടി ഒരു വിറയൽ അയാളെ ബാധിച്ചു. വേവലാതിയോടെ അയാൾ പറഞ്ഞു, ഞാൻ പറയാം. അയാൾ നാവനക്കിയപ്പോൾ പിന്നെയും ചോര കിനിഞ്ഞു. എങ്കിൽ പറഞ്ഞോ, ആരാ ജയന്തനെ കൊന്നത്? ആദിയുടെ കണ്ണുകൾ അയാളുടെ ചുണ്ടിൽ തറഞ്ഞു. ഞാനാണ്. ഈശ്വരാ! അടുത്ത നിമിഷം പിന്നിൽ ഒരു നിലവിളിയും എന്തോ വീഴുന്ന ഒച്ചയും. ഏവരും തിരിഞ്ഞു നോക്കി. കനകം ബോധശൂന്യയായി തറയിൽ കിടക്കുന്നു. മമ്മി! നിലവിളിച്ചുകൊണ്ട് ജുവൽ അവർക്കരികിലേക്ക് ഇരുന്നു. ആദ്യം മാത്രം ഒന്നും ശ്രദ്ധിച്ചില്ല. ബാക്കി പറഞ്ഞോ. എങ്ങനെ? എന്തിന്? സുരേന്ദ്രനാഥിൻ്റെ ചുണ്ടിലൂടെ ആ രാത്രി അവൻ്റെ കണ്ണുകളിലേക്ക് വന്നു. കഥ തുടരും.